നമസ്കാരം. നമസ്തേ. യുദ്ധ യുദ്ധമുഖത്ത് ഡ്രോണുകൾ പോലെ തന്നെ ഈ പുതിയ യുദ്ധ ലോകത്ത് ഈ പറഞ്ഞ പോലെ ആളില്ലാത്ത ഷിപ്പുകളും വല്ലാണ്ട് തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ യുക്രൈൻ, റഷ്യ യുദ്ധത്തിലും പിന്നീട് നടന്ന അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ യുദ്ധത്തിലെല്ലാം ഇത് കാര്യമായി ഉപയോഗിച്ചു എന്നുള്ള വാർത്തകളെല്ലാം നമ്മൾ കണ്ടതായിരുന്നു. ഇപ്പം അതിനുശേഷം വരുന്ന മറ്റൊന്നാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഷിപ്പുകളെല്ലാം 2 വർഷങ്ങൾക്ക് മുമ്പേ ഉപയോഗിച്ചു എന്നുള്ള വാർത്തകളെല്ലാം വരുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? പിന്നെ ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള ഷിപ്പുകളെല്ലാം മുമ്പ് തന്നെ ഇന്ത്യ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതും, ഈ പുതിയ യുദ്ധമുഖത്ത് ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണ്? ഡ്രോണുകളെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ആളില്ലാ വിമാനങ്ങളാണ്, അല്ലെ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്നും ഡ്രോണുകൾക്ക് പേരുണ്ട്. ഉം. അതായത് അതില് ആ ആകാശയാനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല. പക്ഷെ അത്തരം കപ്പലുകളും അത്തരം ഗ്രൗണ്ട് വെഹിക്കിൾസും രണ്ടും ആധുനിക യുദ്ധരംഗത്തേക്ക് ഓൾറെഡി കടന്നു വന്നു കഴിഞ്ഞു. ഇപ്പൊ തന്നെ കടന്നു വന്നു കഴിഞ്ഞു. ഈ ഇറാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ അമേരിക്ക യുദ്ധത്തില്, അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധത്തില്, ഈ രണ്ട് യുദ്ധങ്ങളിലും രണ്ട് മേഖലകളിൽ വളരെ വിജയകരമായിട്ട് ആളില്ലാ കപ്പലുകൾ അതിന്റെ സാന്നിധ്യം അറിയിച്ചു. ഒന്ന് ആക്രമണം, മറ്റൊന്ന് സെർച്ച് ആൻഡ് റെസ്ക്യൂ. അതായത് ആൾക്കാരെ കാണാതാവുമെങ്കിൽ അവരെ റെസ്ക്യൂ ചെയ്യാനും രക്ഷിക്കാനും ഇത്തരം അൺമാൻഡ് സർഫസ് വെസൽ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കപ്പലുകൾ, ബോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആളില്ലാ ബോട്ടുകള് യുദ്ധമേഖലയിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ. അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും, ലോകം പുരോഗമിക്കുമ്പോൾ ഇന്ത്യ വീണ്ടും പഴയതുപോലെ തന്നെ പിറകിലാണോ എന്നുള്ളത്. ഭാഗ്യവശാൽ ഇന്ത്യ ഈ മേഖലയിൽ അമേരിക്കയ്ക്ക് ഒപ്പം തന്നെയാണോ, അല്ലെങ്കിൽ ഒരു പടി മുന്നിലാണ് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ഈ 2024 തന്നെ ഇത്തരം ഒരു ആളില്ലാ കപ്പൽ വിജയകരമായിട്ട് പരീക്ഷിച്ചു. അത് 100-200 കിലോമീറ്റർ അല്ല ആളില്ലാത്ത കപ്പൽ യാത്ര ചെയ്തത്. 1500 കിലോമീറ്റർ ഗുജറാത്തിന്റെ തീരത്ത് നിന്നും തൂത്തുക്കുടി വരെ മറ്റ് കപ്പലുകളിൽ ഒന്നും ഇടിക്കാതെയും മറ്റ് പ്രതിബന്ധങ്ങളിലൊന്നും തട്ടാതെയും സ്വയം അപകടത്തിൽ ചെന്ന് ചാടാതെയും ഇന്ത്യയുടെ അൺമാൻഡ് സർഫസ് വെസലായ മാതങ്കി യാത്ര ചെയ്തു എന്നുള്ളത് ചരിത്ര നേട്ടമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങളൊന്നും അത് അത്ര കാര്യമായിട്ട് കവർ ചെയ്തിരുന്നില്ല. ഒരുപക്ഷെ അതിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടായിരുന്നിരിക്കാം. ഈ അൺമാൻഡ് സർഫസ് വെസൽ എന്ന ആളില്ലാ ബോട്ട് നിർമ്മിച്ചത് സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ്, പൂനെ ആസ്ഥാനമായിട്ടുള്ള ഒരു സ്വകാര്യ കമ്പനിയാണ്. ആ സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് അവര് ഒരു പ്രത്യേക ഒരു കൺട്രോൾ സ്യൂട്ട്, ഒരു കൺട്രോൾ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഏത് കപ്പലിനെയോ ബോട്ടിനെയും, ഇപ്പൊ സാധാരണ വലിയ കപ്പലുകളൊന്നും ആളില്ലാത്ത രീതിയിലേക്ക് വന്നിട്ടില്ല. അതായത് ഞാനിപ്പോ പറഞ്ഞ യുദ്ധക്കപ്പലുകളായിട്ടുള്ള ഡിസ്ട്രോയറോ കോർവെറ്റോ അതല്ലെങ്കിൽ പിന്നെ അത്തരം ഒരു ആളില്ലാത്ത വിമാനവാഹിനി കപ്പലിനെ കുറിച്ചോ ഒന്നും നമുക്കിപ്പോ ചിന്തിക്കേണ്ട. പക്ഷേ നമ്മൾ വിജയകരമായിട്ട് പരീക്ഷിച്ച മാതങ്കി അത്ര ചെറുതുമല്ലായിരുന്നു. 13 മീറ്റർ നീളമുള്ള ഒരു ബോട്ട് ആയിരുന്നു അത്. 13 മീറ്റർ എന്ന് പറയുമ്പോൾ 1 മീറ്റർ ഏതാണ്ട് 3.25 അടി വരും. അപ്പോ ഏതാണ്ട് 40 അടി നീളം വരുന്ന ഒരു ബോട്ടാണ്. അതത്ര ചെറിയ ബോട്ടല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ബോട്ടാണ് നമ്മൾ വിജയകരമായിട്ട് ആദ്യം പരീക്ഷിച്ചത്. പിന്നീട് ഈ കമ്പനി സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് ഇപ്പോ അവര് വെപ്പണൈസ്ഡ് ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള ആയുധം ഘടിപ്പിച്ച ബോട്ടുകൾ, ആളില്ലാ ബോട്ടുകൾ അവർ നിർമ്മിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗം തന്നെയാണ്. അതായത് 12.7 മില്ലിമീറ്റർ ഹെവി മെഷീൻ ഗണ്ണ് ആ ബോട്ടിൽ, അതിലൊരു റോബോട്ട് ഉണ്ട്, ആ റോബോട്ടിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ശത്രുക്കളെ ആക്രമിക്കാൻ പറ്റും. ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിട്ട് ഓപ്പറേഷനിലായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തന്നെ അത്. ഇതൊന്നും സത്യത്തില് വാർത്ത അത്ര വലിയ വിശദമായിട്ട് നമ്മള് മാധ്യമങ്ങളൊന്നും അത്ര കവർ ചെയ്തിട്ടില്ല. ഏതാണ്ട് 550 കിലോമീറ്ററിലധികം റേഞ്ച് ഇതിനുണ്ട്. അതായത് ഒരിക്കൽ ഇത് ചാർജ് ചെയ്തിട്ട് ഇത് കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് 550 കിലോമീറ്ററോളം ഇതിന് യാത്ര ചെയ്യാൻ പറ്റും. ഇതിന്റെ സ്പീഡ് ഏതാണ്ട് മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത, നല്ല വേഗതയാണ്. കടലിലൂടെ പോകുന്ന ഒരു ഫാസ്റ്റ് ബോട്ടാണ്. അതുകൊണ്ടാണ് ഇതിന് ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്.
അതിന് USV അൺമാൻഡ് സർഫസ് വെസലുകൾ അതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി സ്വാം വെസലായിട്ട്, സ്വാം ഷിപ്പായിട്ട് അത് പ്രവർത്തിക്കും. അതായത് കൂട്ടത്തോടെ വന്ന് ആക്രമിക്കും. അതില് ഈ നമ്മൾ കുറച്ചു ദിവസം മുമ്പ് മെഷ്ഡ് നെറ്റ്വർക്കിംഗ് ടെക്നോളജിയെ കുറിച്ചിട്ട് പറഞ്ഞായിരുന്നു. അപ്പൊ ആ മെഷ്ഡ് നെറ്റ്വർക്കിങ്ങും ഇതിന് സാധ്യമാണ്. ഇറാന് മെഷ്ഡ് നെറ്റ്വർക്കിംഗ് ഉപയോഗിച്ച ഇറാൻ ഡ്രോണുകൾക്ക്, ആകാശത്തിലൂടെ പോകുന്ന ഡ്രോണുകൾ അത്തരം നെറ്റ്വർക്കിംഗ് ഉപയോഗിച്ച് അമേരിക്കക്കെതിരെ വിജയകരമായിട്ട് പ്രതിരോധം തീർത്തതായിട്ട് വാർത്തയുണ്ട്. നമ്മുടെ ഈ ബോട്ടുകൾക്കും ഈ മെഷ്ഡ് നെറ്റ്വർക്കിംഗ് ടെക്നോളജി ബാധകമാണ്. അതായത് ഈ സ്വാമായിട്ട് പ്രവർത്തിക്കുന്ന ഈ അൺമാൻഡ് സർഫസ് വെസലുകൾ അത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതിന്റെ മിഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സ്വയം തീരുമാനങ്ങൾ എടുക്കുകയും അതുപോലെ തന്നെ ജോലി വിഭജനം നടത്തുകയും, അതായത് ഒരിക്കൽ ഇതിനൊരു ടാസ്ക് കൺട്രോൾ റൂമിൽ നിന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ എക്സിക്യൂട്ടീവ് ചെയ്യുമെന്നുള്ളത് ഈ മെഷ്ഡ് നെറ്റ്വർക്കിംഗ് ടെക്നോളജി വരുമ്പോഴേക്കും അത് ഇവരുടെ ഈ ഡ്രോണുകളുടെ ഇടയിൽ തന്നെ AI തീരുമാനിക്കും. ഇപ്പൊ ഇതിനിടയ്ക്ക് ഒരു ആളില്ലാ കപ്പല് ശത്രുവിന്റെ ആക്രമണത്തിൽ തകർന്നു പോയെങ്കിൽ അതിന്റെ റോള് മറ്റൊരു കപ്പൽ ഉടൻ തന്നെ ഏറ്റെടുക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സംവിധാനത്തോടു കൂടിയുള്ള ഈ കപ്പല് ഈ സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് ഇപ്പോൾ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അത് നേവിയുടെ ഭാഗവുമാണ്. സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് കൂടാതെ ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള പരശു ടാക്ടിക്കൽ ഡിഫൻസ്, അതുപോലെ ലാർസൻ ആൻഡ് ടൂബ്രോ മുഖ്യമായിട്ടും ഇപ്പൊ ശ്രദ്ധിക്കുന്നത് ഒരു മൈൻ കൗണ്ടർ മെഷർ വെസൽ എന്ന് പറയുന്ന, അതായത് ആളില്ലാതെ തന്നെ മൈനുകൾ, കടലിൽ പാകിയിരിക്കുന്ന മൈനുകൾ കണ്ടെത്തി അത് എടുത്ത് നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ആളില്ലാ കപ്പൽ, ഒരു ബോട്ട്, റോബോട്ടിക് ബോട്ട് അവർ നിർമ്മിച്ചു കഴിഞ്ഞു. അതിന്റെ ഫൈൻ ട്യൂണിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഓപ്പറേഷണൽ ട്രയൽസ് ഒക്കെ പുരോഗമിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇന്ത്യ ഈ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ അത് ചർച്ചാ വിഷയമായിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇന്ത്യയുടെ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി ഒരു പുതിയ തരം USV, അതായത് അൺമാൻഡ് സർഫസ് വെസലിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നതായിരിക്കുമെന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോ ഈ സാഗർ ഡിഫൻസ് നിർമ്മിച്ച ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു USVയില്, അതായത് ഒരു ആളില്ലാ കപ്പലിനെ, ആ കപ്പലിൽ 300 കിലോഗ്രാം സ്ഫോടക വസ്തു ഉണ്ടാവും. 300 കിലോഗ്രാം സ്ഫോടക ശേഷി വസ്തു എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വാർഹെഡ് ആണ്. അത് നിസ്സാര കാര്യമല്ല. സാധാരണഗതിയില് ഒരു ക്രൂയിസ് മിസൈല്, ഇപ്പം ആന്റി ഷിപ്പ് ക്രൂയിസ് മിസൈലിലൊക്കെ അത്രയുമേ ഉണ്ടാവുള്ളൂ. അതായത് ആന്റി ഷിപ്പ് ക്രൂയിസ് മിസൈലിനേക്കാൾ ചെലവ് കുറഞ്ഞ ഒരു അൺമാൻഡ് സർഫസ് വെസലാണ് ഇപ്പോ നമ്മുടെ കയ്യിലുള്ളത്. 300 കിലോഗ്രാം സ്ഫോടക ശേഷി മിക്ക വലിയ കപ്പലുകളെയും തകർത്ത് കളയാൻ അത് മതിയാകും. അപ്പോ ഓൾറെഡി ഇപ്പോൾ തന്നെ നമുക്ക് അത്തരം വാർഹെഡുകൾ ഘടിപ്പിച്ച ബോട്ടുകൾ, ആളില്ലാ ബോട്ടുകൾ ഉണ്ടായെന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടമാണ്. ഇനിയിപ്പോ നമുക്ക് ആദ്യം നമ്മുടെ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് ഞാനൊരു കാര്യം പറഞ്ഞു. ഈ ലോകം ആകാശത്തിലൂടെയുള്ള ആളില്ലാ വിമാനങ്ങളുടെ യുഗത്തിൽ നിന്നും ലോകം അൺമാൻഡ് സർഫസ് വെഹിക്കിൾ, അതായത് കരയിലൂടെ ഓടുന്ന ആളില്ലാ വാഹനങ്ങളും അതുപോലെ തന്നെ കടലിലൂടെ പോകുന്ന അൺമാൻഡ് സർഫസ് വെസൽ, ഈ രണ്ടിലും പുരോഗമിച്ചു വന്നു. ഏറ്റവും ഒടുവിൽ അമേരിക്ക ഇറാന്റെ ബന്ദർ അബ്ബാസ് തുറമുഖത്തിൽ പാർക്ക് ചെയ്തിരുന്ന ഇറാന്റെ മിജറ്റ് സബ്മറൈൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു അന്തർവാഹിനിയാണ്. അത് ഇറ്റലിയാണ് കൂടുതൽ നിർമ്മിക്കുന്നത്. ഈ മിജറ്റ് സബ്മറൈനിൽ ഒരു 12-13 നാവികർ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതിന് ആഴം കുറഞ്ഞ ഭാഗങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. ഷാലോ വാട്ടേഴ്സിൽ കൂടെ പോകുന്ന ഒരു സബ്മറീനാണ്. അങ്ങനെ ഇത് ചെലവ് കുറഞ്ഞ ഒരു അന്തർവാഹിനിയാണ് മിജറ്റ് സബ്മറൈൻ. അപ്പൊ ഇറാനെ സംബന്ധിച്ച് അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ ഈ മിജറ്റ് സബ്മറീന്, അതുപോലെ മോസ്കിറ്റോ വെസൽ എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു സ്പീഡ് ബോട്ട്, ആയുധം കയറ്റിയ ഒരു സ്പീഡ് ബോട്ട്, ഇതൊക്കെ ഇറാൻ ഉപയോഗിച്ചിട്ട് അമേരിക്കയെ പ്രതിരോധിച്ചാണ്. തിരിച്ച് അമേരിക്ക ജൂൺ 12-ന് ഇറാനെതിരെ ഒരു ആക്രമണം നടത്തി ബന്ദർ അബ്ബാസ് തുറമുഖത്തിൽ പാർക്ക് ചെയ്തിരുന്ന
ഇറാന്റെ മിജറ്റ് സബ്മറൈൻ 2-3 അവര് ഈ പറയുന്ന രീതിയിലുള്ള അൺമാൻഡ് സർഫസ് വെസൽ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞു. അത് അമേരിക്കയുടെ ആദ്യത്തെ ഈ മേഖലയിലെ വിജയകരമായ പരീക്ഷണമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അൺമാൻഡ് സർഫസ് വെസലിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ആദ്യം നടക്കുന്ന ഈ കനത്ത ആക്രമണമായിരുന്നു അത്. ബന്ദർ അബ്ബാസ് തുറമുഖത്തിന്റെ ചില പ്രധാന ഭാഗങ്ങളൊക്കെ തന്നെ തകർത്ത് കളയാനും ഈ കപ്പലുകൾ സൂക്ഷിച്ച പാർക്ക് ചെയ്തിരുന്ന ഹാങ്കറുകളൊക്കെ തകർക്കാനും ഒക്കെ അവർക്ക് പറ്റി. അത്തരം ഒരു വിജയകരമായ ആക്രമണം അമേരിക്ക നടത്തി. അതിന് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ്, അതായത് ജൂണില്, അമേരിക്കയുടെ കൊറൈസർ എന്ന ഒരു ആളില്ലാ ബോട്ട് MH-60 ഹെലികോപ്റ്ററുകൾ തകർന്ന് കടലിൽ മുങ്ങി മരിച്ചുകൊണ്ടേയിരുന്ന 2-3 നാവികരെ അത് ഈ കൊറൈസർ ആളില്ലാ ബോട്ട് രക്ഷപ്പെടുത്തി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തുറമുഖങ്ങളിൽ ഡോക്ക് ചെയ്തിരിക്കുന്ന അസറ്റുകൾ നശിപ്പിക്കുക മാത്രമല്ല, റെസ്ക്യൂ ഓപ്പറേഷനിലും ഈ ആളില്ലാ അന്തർവാഹിനികൾക്ക്, ഈ അൺമാൻഡ് സർഫസ് വെസലിന് ഒരു റോൾ ഉണ്ടായെന്നുള്ളത് നമ്മൾ അപ്പൊ തിരിച്ചറിഞ്ഞു. സാധാരണഗതിയിൽ അതൊരു ഹെലികോപ്റ്ററിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു വിമാനത്തിൽ പോയിട്ട് രക്ഷപ്പെടുത്തേണ്ട കേസില് ഈ MH-60 ആന്റി സബ്മറൈൻ വാർഫെയർ ഹെലികോപ്റ്ററിലെ പൈലറ്റുമാരെ കടൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു. അവർ മുങ്ങുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അപ്പൊ അവരെ അവിടെ പോയിട്ട് രക്ഷപ്പെടുത്താൻ ഇത്തരം ഒരു ബോട്ടിന് സാധിച്ചു. ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താൻ ശേഷിയുള്ള ബോട്ടുകൾ ഇപ്പോൾ തന്നെ ഇന്ത്യൻ നാവികസേനയ്ക്കുണ്ട്. നമ്മുടെ ബോട്ടിന് 13 ആൾക്കാരെ ഒരേ സമയം വഹിച്ചുകൊണ്ട് പോകാനുള്ള വലിപ്പമുള്ള ബോട്ടുകളാണ്. അപ്പൊ അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഈ സാധാരണ ഏതൊരു മേഖലയിലും ഇന്ത്യയുടെ ഒരു പരാജയം എന്ന് പറയുന്നത്, ഇപ്പൊ അമേരിക്കക്കൊക്കെ ഒരു ടെക്നോളജി വന്നിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യക്ക് ഈ ടെക്നോളജി വികസിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോഴത്തേക്കും അമേരിക്ക അവിടെ നിന്ന് ബഹുദൂരം മുന്നോട്ട് പോയിരിക്കും. പക്ഷെ അൺമാൻഡ് സർഫസ് വെസലിന്റെ കാര്യത്തിൽ ഇന്ത്യ ലോകത്തിലെ ആരോടും ഒപ്പമാണ്, അല്ലെങ്കിൽ ഒരുപടി മുന്നിലാണ്. ചൈനയ്ക്കൊന്നും ഓപ്പറേഷണൽ ആയിട്ടുള്ള ഇത്തരം അൺമാൻഡ് സർഫസ് വെസൽ ഇല്ല. അവര് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. തുർക്കി, ചൈന ഇവരൊക്കെ തന്നെ ഇത്തരം USVകൾ നിർമ്മിക്കുകയാണ്. പക്ഷെ ഇന്ത്യ ഓൾറെഡി അത് ഓപ്പറേഷനിലാകുകയും 1500 കിലോമീറ്റർ കടലിലൂടെ യാതൊരുവിധ മനുഷ്യ സഹായവും ഇല്ലാതെ സഞ്ചരിക്കാൻ കഴിഞ്ഞ ഒരു മാതംഗി എന്ന ഒരു അൺമാൻഡ് സർഫസ് വെസൽ ഇന്ത്യക്ക് നിർമ്മിക്കാൻ പറ്റിയെന്നുള്ളത് നിശ്ചയമായിട്ടും നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ഈ മേഖലയിലെ ഒരു മുന്നേറ്റത്തെ കാണിക്കുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഒരു വളർന്നു വരുന്ന നാവിക ശക്തിയുടെ ഒരു ഉദാഹരണമായിട്ടും ഇതിനെ കാണുന്നുണ്ട്. എന്തായാലും ശരി, ഈ മേഖലയിലെ സ്വകാര്യ കമ്പനികൾ വലിയ മുന്നേറ്റം ഇന്ത്യയിൽ നടത്തുകയാണ്. ഞാൻ പറഞ്ഞ പോലെ 2 കമ്പനികൾ, അതായത് സാഗർ ഡിഫൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, പിന്നെ ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള പരശു ടാക്ടിക്കൽ ഡിഫൻസ്, അതുപോലെ L&T, ഇത് കൂടാതെ നിരവധി കമ്പനികളും ഈ മേഖലയിലേക്ക് കടന്നിട്ടുണ്ട്. എന്തായാലും ശരി, ഇത് കടൽ യുദ്ധത്തിന്റെ ഗതിവിഗതികളെയും, ഇനി ഡ്രോണുകൾ, അണ്ടർ വാട്ടർ ഡ്രോൺ ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു ദിവസം ചർച്ച ചെയ്യാം. കടലിനടിയിൽ കൂടെ പോകുന്ന ആളില്ല അന്തർവാഹിനികൾ, അതുകൂടാതെ ഉപരിതലത്തിന് മുകളിലൂടെ പോകുന്ന അൺമാൻഡ് സർഫസ് വെസൽ, ഇത്തരം യാനങ്ങൾ കടൽ യുദ്ധത്തെ നിർണായകമായി സ്വാധീനിക്കുന്ന ഘട്ടത്തിലേക്ക് ഇതൊക്കെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ കാണാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.